കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി ഇല്ല. കോൺഗ്രസ് പാർട്ടി എടുക്കാച്ചരക്കായി മാറുന്നു. UDFിലുള്ള ഘടകകക്ഷികളൊക്കെ തന്നെ മറ്റു മുന്നണികളിലേക്ക് പോകുന്നു. ഇത് ഇവിടെ സ്റ്റുഡിയോയിൽ ഇരുന്നുകൊണ്ട് ഞാൻ പറയുന്നതല്ല. തിരുവനന്തപുരം DCC പ്രസിഡന്റ് പാലോട് രവി 3 തവണ നിയമസഭാംഗമായിരുന്ന മുൻ ഡെപ്യൂട്ടി സ്പീക്കർ ആയിരുന്ന പാലോട് രവിയാണ് ഈ വിവരം ഒരു ഫോൺ സംഭാഷണത്തിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതിപ്പോൾ വളരെ സജീവമായ ചർച്ചയിൽ നിൽക്കുകയാണ്. അതായത് വരുന്ന തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പ് മുഴുവൻ കോൺഗ്രസ് ഇല്ലാതാകാൻ പോകുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ മേൽവിലാസമില്ലാത്ത അവസ്ഥയിൽ എത്തിച്ചേരും. അതൊരു എടുക്കാച്ചരക്കായി മാറും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ഗതിയും കിട്ടാതെ പോകും എന്നർത്ഥം. അടുത്ത തവണ അധികാരത്തിൽ വരുമെന്നുള്ള അമിത പ്രതീക്ഷയും വിശ്വാസത്തിലും പ്രവർത്തകരിലും അണികളിലും നേതാക്കന്മാരിലും ഒക്കെ ഉണ്ടായിരിക്കുന്ന അവസരത്തിലാണ് തിരുവനന്തപുരത്തെ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് പാലോട് രവിയുടെ ഈ തുറന്നു പറച്ചിൽ. അദ്ദേഹം മറ്റൊരു പ്രാദേശിക നേതാവുമായിട്ട് ടെലിഫോണിൽ സംസാരിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും കോൺഗ്രസിൻ്റെ കാര്യം തീർന്നു എന്നർത്ഥം. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന മറ്റു ചില കാര്യങ്ങൾ, 60 സീറ്റിൽ BJP ഉന്നം വെച്ചിരിക്കുകയാണ്. രാജ്യസഭാംഗമാകാനും മന്ത്രിയാകാനും ഒക്കെ പണമെറിഞ്ഞിട്ടുള്ള ആൾ തന്നെ ഇവിടെയും കളിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് രാജീവ് ചന്ദ്രശേഖരനെ ഉന്നം വെച്ചുകൊണ്ട് തന്നെയാണ്. അദ്ദേഹം രാജ്യസഭാംഗമായി, കേന്ദ്ര സഹമന്ത്രിയായി, ഇപ്പോൾ കേരളത്തിലെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനുമാണ്. അദ്ദേഹം കളിക്കും. അമിത്ഷാ ഒരാഴ്ച മുമ്പ് വന്നിട്ട് പോയപ്പോൾ എന്താണ് പറഞ്ഞത്? 2026 കേരളത്തിൽ BJP അധികാരത്തിൽ വരും. നമ്മളിതെല്ലാം കൂടി ഈ ബന്ധപ്പെടുത്തി ഒന്ന് വായിച്ചു നോക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ UDFിലുള്ള ഘടകകക്ഷികളൊക്കെ കോൺഗ്രസ് ഛിന്ന ഭിന്നമാകുമ്പോൾ ഈ ഘടകകക്ഷികളൊക്കെ എങ്ങോട്ടെങ്കിലും പോയി രക്ഷപ്പെടും. പ്രധാനപ്പെട്ട ഘടകകക്ഷി ലീഗ് അടുത്ത തവണ ഭരണം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, ഞാൻ തന്നെ എൻ്റെ വീഡിയോയിൽ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, ലീഗ് LDFിലേക്ക് പോകും. അവരുടെ ബാർഗൈനിങ് പവർ അല്പം കുറയുമെന്നേ ഉള്ളൂ. പക്ഷേ അധികാരത്തിൻ്റെ അപ്പകഷ്ണം നുണഞ്ഞിരിക്കാമല്ലോ. കുഞ്ഞാലിക്കുട്ടിക്ക് ഇനി ഒരു 5 വർഷം കൂടെ അതില്ലാതിരിക്കാൻ പറ്റുമോ? അവർക്ക് മുസ്ലിം ലീഗിന് മൊത്തത്തിൽ കൂട്ടത്തോടെ ഭ്രാന്തളകും. അത് ലോക രാഷ്ട്രീയത്തിൻ്റെ ചരിത്രത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി കാണത്തില്ല. അധികാരമില്ലാത്തത് കൊണ്ട് ഒരു പാർട്ടി മുഴുവൻ കൂട്ടത്തോടെ ഭ്രാന്തിളകി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടോ? ആ ഒരവസ്ഥയിലേക്ക് മുസ്ലിം ലീഗ് പോകും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ LDFിലേക്ക് പോകും. പിന്നെ ഉള്ള ഘടകകക്ഷികൾ എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് ജോസഫാണ്. അതാണ് അടുത്ത പ്രധാന കക്ഷി. പിന്നെ ഒറ്റയാൾ പട്ടാളങ്ങൾ, ഈർക്കിൽ പടകൾ കുറച്ച് ഉണ്ടല്ലോ. കേരള കോൺഗ്രസ് ജേക്കബ്, RSP ഒരു സീറ്റും ഇല്ലാതെ നിൽക്കുന്നു. പിന്നെ ഫോർവേഡ് ബ്ലോക്ക്, CMB, ഇവരെല്ലാം പല വഴികളിലൂടെ പോകും. അതങ്ങനെയാണല്ലോ. ഒരു മരം നമ്മൾ മുറിച്ചു മാറ്റുമ്പോൾ അതിലുള്ള പക്ഷികളൊക്കെ തന്നെ മറ്റേതെങ്കിലും വൻമരങ്ങളിലേക്ക് പോയി കൂടുകൂട്ടി അവിടെ കഴിയും. അവർക്ക് ഈ മരത്തെ നോക്കിയിരിക്കാൻ പറ്റത്തില്ലല്ലോ. വീണ് കിടക്കുന്ന മരത്തിൽ കൂട് കെട്ടിയിട്ട് കാര്യമില്ലല്ലോ, പറ്റത്തില്ല. എന്ന് പറഞ്ഞതുപോലെ ഈ കോൺഗ്രസിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന UDF മുന്നണി, ഇത് പാലോട് രവി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിന് ഏതാണ്ട് കുഴിമാടം തോണ്ടി വച്ചിരിക്കുകയാണ്. ഇനി എടുത്ത് അങ്ങോട്ട് ഇറക്കി വെച്ച് അതിൻ്റെ മുകളിൽ മണ്ണിട്ടാൽ മതി. അപ്പം ഉദകക്രിയ ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ പാലോട് രവി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ടെലഫോൺ സംഭാഷണത്തിലൂടെ ഒരിടത്തിരുന്ന് മുഖാമുഖം നോക്കി ആരോടെങ്കിലും സ്വകാര്യ ഭാഷണം ആകാം. ഇന്നത്തെ കാലത്ത് ഇത്തരത്തിലുള്ള ടെലിഫോൺ സംഭാഷണം ആരെ വിശ്വസിക്കുമെന്നുള്ളതാണ്. അപ്പം എന്തായാലും ഇത് പുറത്തു വന്നു. ജനങ്ങളുടെ ഇടയിൽ, അണികളുടെ ഇടയിലുള്ള ആത്മവിശ്വാസമൊക്കെ പോയിരിക്കുകയാണ്.
BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരാവേശം കൂട്ടുകയും ചെയ്തു. തീർന്നില്ല, LDF മൂന്നാമതും അധികാരത്തിൽ വരും എന്നും കൂടി പാലോട് രവി ചേർത്തിട്ടുണ്ട്. അപ്പോൾ തുടർഭരണം ആശിച്ചിരിക്കുന്ന LDF കേന്ദ്രങ്ങളിൽ ഇപ്പോൾ ആഹ്ലാദത്തിൻ്റെ പൂത്തിരിയിൽ അങ്ങനെ നിൽക്കുകയാണ്. അവരിടയ്ക്കൊന്ന് തകർന്നു നിൽക്കുകയായിരുന്നു. അതായത് ഈ ആരോഗ്യരംഗത്ത് നേരിട്ട പ്രശ്നങ്ങളും ഒക്കെ സർക്കാരിന് തിരിച്ചടി ഉണ്ടാക്കി. ഒരു നിലമ്പൂർ ഫലം വന്നപ്പോൾ അതിലും സർക്കാരിനൊരു തിരിച്ചടി കിട്ടി. 99-ൽ നിന്ന് 98-ലെത്തി. ഇതിലൊക്കെ അല്പം തകർന്നിരുന്നപ്പോൾ പാലോട് രവി എന്തായാലും പിണറായി വിജയനെയും സംഘത്തെയും ഒന്ന് സഹായിച്ചു. പിണറായി വിജയൻ അധികാരത്തിൽ വീണ്ടും വരുന്നതിന് വേണ്ടി BJP എല്ലാ സഹായവും ചെയ്തു കൊടുക്കും എന്നാണ് പാലോട് രവി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മിക്കവാറും ഉള്ള പഞ്ചായത്തുകൾ കൂടി കോൺഗ്രസിന് നഷ്ടമാകും എന്ന് സാരം. പാലോട് രവി എന്തായാലും യഥാർത്ഥ കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. പാലോട് രവിക്ക് ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടാത്തതിൻ്റെ പേരിൽ ഉണ്ടാകാൻ പോകുന്നതിൻ്റെ ഒരു വെടിപൊട്ടിക്കലാണ് ഇവിടെ നടത്തിയത് എന്നും പറയുന്നുണ്ട്. അങ്ങനെയും ആകാം. എത്ര മത്സരിച്ചാലും എത്ര അധികാര സ്ഥാനത്തിരുന്നു കഴിഞ്ഞാലും കോൺഗ്രസ്സിലെ ഈ അധികാരദാഹം അവസാനിക്കത്തില്ല. ആർത്തി മൂത്ത് പോയിട്ടേ ഉള്ളൂ. ഇപ്പോൾ KV തോമസ് എന്ന് പറയുന്ന ആളിനെ നമുക്കറിയാം. ആർത്തി മൂത്താണ് പിണറായി വിജയൻ്റെ പാദം കഴുകി കുടിച്ച് ഡൽഹിയിൽ കഴിയുകയാണ്. ലക്ഷങ്ങൾ ശമ്പളവും വാങ്ങിക്കുന്നുണ്ട്. PJ കുര്യന് ഇതുപോലെ ഇന്നാളൊരു വെടി പൊട്ടിച്ചല്ലോ യൂത്ത് കോൺഗ്രസ്സുകാരുടെ നേരെ. എന്തിനാണ് ഇവർക്കൊക്കെ ഇതൊക്കെ? PJ കുര്യൻ മുതിർന്ന കോൺഗ്രസ് നേതാവാണ്. ഇനിയും സീറ്റ് കിട്ടില്ല എന്നൊക്കെ ധരിച്ചു നിൽക്കുകയാണ്. തിരുവല്ലയിലും നോട്ടം ഇട്ടിട്ടുണ്ട്. തിരുവല്ലയിലെ UDF സ്ഥാനാർത്ഥിയായിട്ട്, അതായത് കോൺഗ്രസ് സ്ഥാനാർത്ഥി മാത്യു T തോമസിന് എതിരെ മത്സരിക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചില പ്രസ്താവനകളും ഒക്കെ നടത്തി ജനശ്രദ്ധ ആകർഷിക്കണം. അപ്പോൾ പാലോട് രവി എന്തായാലും തൻ്റെ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നു, അല്ലെങ്കിൽ വീട്ടിനകത്ത് ഇരുന്നുകൊണ്ട് തൻ്റെ തന്നെ സ്വന്തം ഇല്ലം തീയിടുന്നു എന്നൊക്കെ വേണമെങ്കിലും പറയാം. കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം എന്നും നമ്മൾ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ചരിത്രമാണുള്ളത്. കാരണം അവർക്ക് ഉൾപാർട്ടി ജനാധിപത്യമാണുള്ളത്. എന്തും പറയുന്നവരാണ്. അവരുടെ ആവശ്യങ്ങൾ പരസ്യമായിട്ടും അലക്കും എന്നൊക്കെ നമുക്കറിയാം. ഇപ്പോൾ ഇവർ കോൺഗ്രസ് നേതൃത്വം ആരുടെ മേൽ നടപടിയെടുക്കും? പാലോട് രവിയുടെ മേൽ നടപടിയെടുക്കുമോ അതോ ശശി തരൂരിനെ? ഇത്രയും നാൾ ശശി തരൂരിൻ്റെ മേൽ കൊമ്പിട്ട് കയറിക്കൊണ്ട് നടക്കുകയായിരുന്നു. അതിൽ പ്രധാനികൾ മുരളീധരനും രാജ്മോഹൻ ഉണ്ണിത്താനുമായിരുന്നു. ഹൈക്കമാൻഡ് പറയുന്നുണ്ട് ഒന്നും മിണ്ടണ്ട എന്ന്. പക്ഷേ മുരളീധരനും രാജ്മോഹൻ ഉണ്ണിത്താനും അടങ്ങുന്നില്ലായിരുന്നു. ഇനിയിപ്പോൾ ആരുടെ മേലിളക്കുന്ന നടപടിയെടുക്കും? പാലോട് രവിയുടെ മേൽ നടപടിയെടുക്കുമോ അതോ തരൂരിൻ്റെ മേൽ നടപടിയെടുക്കുമോ? എന്തായാലും ഈ എടുക്കാച്ചരക്കാകാൻ പോവുകയല്ലേ. അതിൻ്റെ സ്ഥിതി അങ്ങനെ തന്നെ തുടരും. ഒരുപക്ഷെ പാലോട് രവി മറ്റേതെങ്കിലും വഴി തേടുമായിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.